അഭി, ദേവി. അഭി, ഈ ഫോറസ്റ്റുകാരും പോലീസുകാരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് രാജമല്ലിക മാഡത്തിന്റെ മുമ്പിലേക്ക് ഞാൻ ദേവിയെ കൊണ്ടുവന്നില്ല. അപ്പോ അവള് ഈ കാട്ടിലെ കഥയില് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചു. ദേവി എവിടെ ഉള്ളേ? നമുക്ക് ദേവിയുടെ അടുത്തേക്ക് പോവാം. വാ തമ്പാ, വാ. നന്ദു, ദേവി, നന്ദു. ഏയ്, ഒന്നും പറ്റിയില്ലല്ലോ. സാരമില്ല. വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ നമ്മുടെ ലൈഫില്. വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മള് രക്ഷപ്പെട്ടത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മഹേന്ദ്രൻ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടിയാണ്. അതെന്റെ ജീവൻ പോയാലും നടക്കില്ല അഭി. എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. സമാധാനായിട്ടിരിക്കെ. നിന്റെ ലൈഫിലെ എല്ലാ സങ്കടങ്ങളും മാറും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്താ കലാവതി ഈ പറയുന്നത്? ആ കാട്ടിൽ തന്നെ കുഴിച്ചു മൂടാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോയെന്നോ? നിന്നെ ഇങ്ങനെ വിശ്വസിച്ചതാ എന്റെ തെറ്റ്. അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരവളെ നിയമത്തിന് മുൻപിലെങ്കിലും കൊണ്ടുവന്നേനെ. അവൾ ഏത് കാട്ടിൽ നിന്നാ രക്ഷപ്പെട്ടത്? ഞാൻ പോലീസിനെ വിളിച്ച് വിവരം പറയാം. അതെന്താ? നീ മഹേന്ദ്രന് എങ്ങനെ കുടുങ്ങുന്നാ പറയുന്നത്? എന്തായാലും വലിയ വീരവാദം പറഞ്ഞ് നീ തന്നെ ഇങ്ങനെ സോറി പറയുന്നത് കേൾക്കുമ്പോ ദേഷ്യമോ വരുന്നത്. വേണ്ട വേണ്ട, ഫോൺ വെക്കേ. ഏത് മഹേന്ദ്രൻ അമ്മേ? ആരാ വിളിച്ചത്? അതെനിക്ക് പരിചയമുള്ള ഒരാളാ. ആരെ കുറിച്ചാ പറഞ്ഞത്? നന്ദനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്നതും പോയി, അത്രയേ ഉള്ളൂ. അപ്പോ പോയിട്ട് വരാം. പോയിട്ടോ. അമൃതേ, ബൈ. ബൈ ദേവിക. ബൈ. ബൈ. നമ്മളെപ്പോലെ തന്നെ അവരും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെ ഓരോ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരും. എല്ലാവർക്കും വേണ്ടുള്ള പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ ദേവിക്ക് മനസ്സിലായില്ലേ? അവരുടെ പേരില് നമ്മുടെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. ഞാൻ അവരുടെ കാറിന്റെ മുന്നിൽ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ അവരിപ്പോ മധുരയിലെത്തിയേനെ. എന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഇടയിലല്ലേ കലാവതി ആന്റിയുടെ ആങ്ങളെയും ഗുണ്ടകളും അവരെ കണ്ടെത്തിയത്. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം നല്ലതിനായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.